ചൂട് ഇങ്ങനെ കൂടുന്നതുകൊണ്ട് തന്നെ എല്ലാവരും എ സി എടുക്കാനുള്ള തിരക്കിലാണ്. അപ്പോൾ എ സി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ കുറിച്ചിട്ട് ഒന്ന് നമുക്ക് ചർച്ച ചെയ്യാം കേട്ടോ. എ സി എടുക്കുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് റൂമിൻ്റെ സൈസാണ്. 100 സ്ക്വയർ ഫീറ്റ് മുതൽ 120 സ്ക്വയർ ഫീറ്റ് വരുന്ന റൂമുകൾക്ക് 1 ടൺ എ സിയും 120 സ്ക്വയർ ഫീറ്റ് മുതൽ 150 സ്ക്വയർ ഫീറ്റ് വരെയുള്ള റൂമുകൾക്ക് 1.5 ടൺ എ സിയും അതുപോലെ തന്നെ 150 സ്ക്വയർ ഫീറ്റിന് മുകളിലാണോ റൂമുകൾ വെച്ചാൽ 2 ടൺ എ സിയാണ് നമ്മൾ വെക്കേണ്ടത്. അതുപോലെ തന്നെ എ സികൾ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത് കറണ്ട് കൺസപ്ഷൻ്റെ അടിസ്ഥാനത്തിലായതുകൊണ്ട് തന്നെ 3 സ്റ്റാർ 4 സ്റ്റാർ 5 സ്റ്റാർ എന്നിങ്ങനെയാണ് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സംശയം വന്നിട്ടുണ്ടാവും, നമ്മൾ എ സി എടുക്കുമ്പോൾ 3 സ്റ്റാർ ആണോ 4 സ്റ്റാർ ആണോ 5 സ്റ്റാർ ആണോ വെക്കേണ്ടതെന്നുള്ളത്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ ടൈം ഉപയോഗിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ 100% നിങ്ങൾ എന്ത് ചെയ്യണം, 5 സ്റ്റാർ എ സിയാണ് എപ്പോഴും വെക്കേണ്ടത്. ഇനി 1-2 മണിക്കൂർ മാത്രമാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വെക്കേണ്ട എ സി 3 സ്റ്റാറോ അല്ലെങ്കിൽ 4 സ്റ്റാറോ. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റൂമിൻ്റെ ഫ്ലോറും ലൊക്കേഷനൊക്കെ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഈ എ സി ഇനി എങ്ങനെ പർച്ചേസ് ചെയ്യുന്നുള്ളത്. നമ്മളെ ക്ലാസിക്കോ അപ്ഡേറ്റിൽ 0 ഡൗൺ പേയ്മെൻറ്റിൽ 100% പലിശ രഹിതമായിക്കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് ബ്രാൻഡും സ്വന്തമാക്കാനുള്ള ഒരു എ സി മേള തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഒരു കാര്യം എന്തായാലും ഉറപ്പാണ്, കൊടും ചൂടാണ് വരുന്നത്, അതുപോലെ തന്നെ റമദാനും. ആ സമയത്ത് വന്നിട്ട് എ സി എടുത്തിട്ട് നിങ്ങൾ ബുദ്ധിമുട്ടാൻ നിൽക്കണ്ട. ഇപ്പോൾ നിങ്ങൾ എ സി എടുക്കുകയാണെങ്കിൽ വിത്തിൻ 24 hour കൊണ്ട് എന്ത് ചെയ്യും, നിങ്ങൾ എ സി നമ്മുടെ വന്നിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് തരും. കൂടാതെ 1 ഇയറിൽ എല്ലാ കമ്പനിയും 2 ഫ്രീ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ചെയ്തിക്കണം എന്നുള്ളത് ഉറപ്പ് വരുത്തുമാണ്. അപ്പോൾ നിങ്ങൾക്കൊരു ബെറ്റർ എ സിയും അതുപോലെ തന്നെ ബെറ്റർ സർവീസും കിട്ടണമെങ്കിൽ ഉടൻ തന്നെ ക്ലാസിക്കോ അപ്ഡേറ്റുമായി ബന്ധപ്പെടുക. അപ്പോൾ എങ്ങനെ നമുക്ക് ചൂടിനെ കൂളാക്കിയാലോ?